ഹലോ ഗൈസ്, ആദ്യം തന്നെ ഒരു BR റാങ്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ വീഡിയോ കുറേ കാലമായിട്ടിട്ട്, അതുകൊണ്ടാണ് കുറച്ച് നേരം വൈകി ഗൈസ്, സോറി. ഓക്കെ, ഈ അക്കൗണ്ട് എന്ന് വെച്ചാൽ എൻ്റെ മുന്നേ നഷ്ടപ്പെട്ടു പോയൊരു അക്കൗണ്ടാണ്. ഇത് ARK ഹണ്ടർ. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ചിലപ്പോൾ അറിയാൻ മതി. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ ഇത്. ഓക്കെ, അപ്പോൾ ഇത് 2 പ്രാവശ്യം ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഇതിൽ 51 ലെവലേ ഉള്ളൂ. അപ്പോൾ ഇമോട്ട് ആവശ്യത്തിനുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് പീക്കിലോട്ട് വെച്ച് പിടിക്കാം ഗൈസ്. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു എക്സമേറ്റ് UMPയും കിട്ടി. പിന്നെ ബ്ലൂ വാളും ആയി വരുന്നേ ഉള്ളൂ. ബ്ലൂ വാൾ 3 എണ്ണം ആയിട്ടുണ്ട്. ഞാൻ വരാനുണ്ട് കുറച്ചുകൂടി. ഓക്കെ, NS എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നിഞ്ച സ്റ്റാർ പുതിയ നാറൂട്ടോ ഇവന്റ് വന്നാൽ നമ്മൾ ഇതുവരെ FFൽ വീഡിയോ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഈ വീഡിയോ വന്നത് ഇത് ആദ്യത്തെ വീഡിയോ ആണ് ഈ ചാനലിലെ. എൻ്റെ മറ്റേ ചാനലിൽ നിങ്ങളൊന്ന് പോയി കാണുക. അതിൻ്റെ പേരാണ് ഗെയിമർ മാസ്റ്റർ YT എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. ഓക്കെ, അതിൽ റാൻഡം ഗെയിംസ് നമ്മൾ ഇടുന്നതായിരിക്കും. ഇതിൽ വെറും FF മാത്രമേ ഉണ്ടാകത്തുള്ളൂ. FFൻ്റെ സ്റ്റോറി മോഡ്സ് ചിലത് വരാൻ സാധ്യതയുണ്ട്. ഒന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മളുടെ മറ്റേ ചാനൽ പോലെ ഇത് ഷെഡ്യൂൾഡ് അല്ല. ഇവിടെ വന്നിട്ട് നമ്മൾ ലൂട്ട് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു FFൻ്റെ നൈഫ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പശ്ചാത്താപത്തിലൂടെ പാപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരു കില്ല് അങ്ങനെ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കില്ലായിട്ടുണ്ട് എനിക്ക്. ഇത് ബോട്ടല്ല കേട്ടോ, ഇത് ബാറ്റിൽ റോയൽ അല്ല, BR റാങ്ക്ഡ് ആണ്. ഇതിൽ ബോട്ട്സൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഒരു പ്രിഫൈൽ എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ ഗണ്ണ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് അതെടുക്കുന്നില്ല. നമുക്ക് ഇവിടെ ചെന്നിട്ട് ഇവിടുന്ന് പ്രിഫൈൽ തന്നെ എന്താണ് പ്രിഫൈൽ കിങ്ഫിഷർ എടുക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, എനിക്ക് ഈ 2 ഗണ്ണ് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് കളഞ്ഞിട്ടുള്ളൊരു പരിപാടിക്ക് ഞാൻ ഇറങ്ങുന്നില്ല. എക്സാമേറ്റ് വീണ്ടും വന്നിട്ടുണ്ട്. എക്സാമേറ്റ് ഓക്കെ, എക്സാമേറ്റ് നമുക്ക് വേണ്ട. എക്സാമേറ്റ് എൻ്റെ ഒന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ണാണ് നടക്കുന്നത്. ഇത് AK-47 അല്ലേ? അല്ല, AK-47 അല്ല. അപ്പോൾ ഈ ടോക്കൺ വെറുതെ ഇങ്ങനെ പെറുക്കി വയ്ക്കുക തന്നെ, പിന്നെ വെറുതെ ആവശ്യമൊന്നുമില്ലല്ലോ. പീക്കിൽ തന്നെ ഇറങ്ങി റാങ്ക് പുഷ് ചെയ്യുന്നത് എത്ര പാടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, തവള കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, തവള ആ തവള ഭയങ്കര രസമാണ്. ആ തവള എനിക്കിപ്പോൾ ഒരു പവറും തന്നു. ഓക്കെ ഗായ്സ്, നമുക്കിവിടെ ഒരു ഇത് കിടക്കുന്നുണ്ട്. ഞാൻ ഈ എമോ ഒക്കെ പെറുക്കാന്ന് വെച്ചപ്പോൾ അതിൻ്റെ ഇതാണെങ്കിൽ കുറവായിരുന്നു, സ്പേസ് കുറവാണ് ബാഗിൽ. പിന്നെ അക്ഷയുടെ വലിയൊരു ഫാനാണ് ഗൈസ് ഞാൻ. നാറൂട്ടോ ഇവന്റിൽ വെച്ചിട്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നാറൂട്ടോ ഇവന്റിൽ ഞാൻ ടോപ്പ് ചെയ്തിട്ടില്ല. ഈ അക്കൗണ്ട് എത്രയോ ടോപ്പ് ചെയ്ത് വലുതാക്കി വെച്ച അക്കൗണ്ടാണ്. നാറൂട്ടോ ഇവന്റിൽ ടോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇവിടെ എനിമീസ് കുറവാണല്ലോ ഗൈസ്. നമുക്ക് അങ്ങോട്ട് എനിമീസ് ഉള്ള സമയത്ത് പോവാം. ഓക്കെ, ഇവിടെ ഒരു ഡ്രോപ്പ് നടക്കുന്നുണ്ട്. ഇവിടെ എനിമീസ് വരാൻ സാധ്യതയുണ്ട്. എയർ ഡ്രോപ്പാണ്. 2 SM കിടക്കുന്നുണ്ട്. സൂപ്പർ മെഡിക്കിറ്റ്. ഓടാ, പക്ക മൈനസ് ഗൈസ്, കട്ട മൈനസ് ആയിട്ടുണ്ട്. റേഞ്ച് കുറവാണ്, അതാണ്. ഇപ്പം റെഡിയായി. ഓക്കെ, 2 സൂപ്പർ മെഡിക്കിറ്റ് കിട്ടിയില്ല. ഓക്കെ, റെഡി. ഇനി നമുക്ക് അവിടെ പോവാം. അവിടെ കണ്ടോ ഒരു മെഡിക്കിറ്റ് കിടക്കുന്നുണ്ട്, നമുക്ക് അതെടുക്കാം. നമുക്കൊരു ഷോർട്ട് ഗൺ ഉണ്ടായിരുന്നു, അതെടുത്താലോ? ഷോർട്ട് ഗണ്ണ് വേണ്ട, വെറുതെ വേണ്ട. ഓക്കെ, അവിടെ ആരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. ഇത് ഈ സാധനമല്ലേ, ഇത് തുറക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യും. ഇവിടെ ലൂട്ട് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ചെണ്ണം ഉണ്ടാവും ചിലപ്പോൾ അവിടെ. പക്ഷെ അത് ബാറ്റിൽ റോയലിലാണ് കൂടുതലും കാണാറുള്ളത് അമ്മമാരെ. റാങ്ക്ഡ് മാച്ചസിലൊന്നും അധികം ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ 10 അലൈവ് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ആകെപ്പാടെ 2 കില്ലേ കിട്ടിയിട്ടുള്ളൂ. 10 അലൈവ് വന്നിട്ടുണ്ട്. ടോപ്പ് 10-ലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ലാസ്റ്റത്തോടെ ഇപ്പോൾ വരാൻ സാധ്യത കൂടുതലുണ്ട്. നമുക്കിങ്ങനെ അടിയിലോട്ട് പോയി നോക്കാം. ക്ലോക്ക് ടവറിൻ്റെ അങ്ങോട്ട് പോയി നോക്കിയാലോ? ക്ലോക്ക് ടവറിലേക്ക് ടാർഗറ്റ് ഇട്ട് അവിടേക്ക് എത്താം നമുക്ക് വേഗം.
ക്ലോക്ക് ടവറിൻ്റെ അവിടെ എത്തിയാൽ പിന്നെ അവിടെ എനിമീസ് ചിലപ്പോൾ ഉണ്ടാവും. പീക്കിലൊന്നും ഇപ്പോൾ എനിമീസ് ഇറങ്ങാറില്ല. കാരണം ഇപ്പോൾ കൂടുതൽ ആൾക്കാരും നമ്മുടെ റിംന വില്ലേജ് മാറ്റി ഹിഡൻ ലീഫ് വില്ലേജ് ആക്കിയില്ലേ. ഹിഡൻ ലീഫ് വില്ലേജ് ഈ നറൂട്ടോ സീരീസ് കണ്ടവർക്കറിയാം. ഞാൻ എൻ്റെ വലിയൊരു ഫാനായിരുന്നു കേട്ടോ പണ്ട്. ഇപ്പോൾ കാണാറില്ല. പക്ഷെ ഞാൻ ഫുള്ള് കണ്ട് തീർത്ത് നറൂട്ടോ ഷിപ്പുട്ടൻ നറൂട്ടോയും നറൂട്ടോ സീസൺ 2 ഞാൻ കണ്ട് തീർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാനത് കാണാറില്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഞാൻ സത്യം പറയാലോ ഭയങ്കര രസമായിരുന്നു. ഇത് ഈ നയൻടേൽ കാരണം നറൂട്ടോ ചെറുതാവുമ്പോൾ അവിടെ അവൻ്റെ വില്ലേജിനെ നയൻടേൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൾ വന്ന് ഒരാളല്ല ഒരു കുറുക്കം വന്ന് ഇതാക്കും. ആ കാണുന്ന ആളില്ല. അതിന് 9 വാലുണ്ടാവും. 1 2 3 4 5 6 7 8 എണ്ണേ ഉള്ളൂ. ആ 1 ബാക്കിലുണ്ടാവും. അങ്ങനെ ടോട്ടൽ 9 വാലാണ് അതിനുള്ളത്. ടോട്ടൽ 9 വാലുള്ള കുറുക്കന് നറൂട്ടോയുടെ വില്ലേജിനെ വന്ന് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്തിട്ട് അതിൽ ഹുക്കാഗെ എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടാവും. അവരാണ് ഓരോരോ ഈ നിഞ്ച വില്ലേജസിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. അവിടെയുള്ള ഓരോ ഇതുണ്ടാവത്തില്ലേ, അവിടെ നിഞ്ചകളുടെയൊക്കെ ഒരു ബോസ് ലോഡായിട്ട് ഹുക്കാഗെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആ ഹുക്കാഗെ അവിടുത്തെ 4 വില്ലേജിലെ 4 ഹുക്കാഗെ വന്നിട്ട് ഈ നയൻടേലിനെ പിടിച്ചടച്ചിടും. അടച്ചിട്ട് നയൻടേലിനെ കൊല്ലും. പക്ഷെ പാവം നറൂട്ടോയുടെ അച്ഛനും അമ്മയും ആ യുദ്ധത്തിനിടക്ക് മരിച്ചു പോകും. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ജീവൻ കൊടുത്തിട്ടായാലും ഈ നയൻടേലിനെ ഹൊക്കാഗെമാർ പിടിച്ചിട്ട് അന്ന് ജനിച്ചൊരു കുട്ടിയുടെ അകത്തേക്ക് കയറ്റി വിടും. അതായത് നറൂട്ടോ ആയിരുന്നു അത്. നറൂട്ടോയുടെ അകത്തേക്ക് കയറ്റി വിടും. അങ്ങനെ എല്ലാവരും നറൂട്ടോയെ വേർതിരിച്ച് കാണാൻ നോക്കുന്ന സമയത്ത് നോക്കും. അപ്പോൾ അങ്ങനെ വേർതിരിച്ച് കാണുമ്പോൾ തന്നെ വലിയൊരു വേർതിരിവ് പോകും. പിന്നെ അവനൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു ഹുക്കാഗെ ആവണം, എങ്ങനെയെങ്കിലും ഒരു ഹൊക്കാഗെ ആവണമെന്ന്. അങ്ങനെ അതിലേക്കുള്ള അവൻ്റെ വഴിയാണ് നമ്മുടെ ആ കാർട്ടൂണിൽ ഫുള്ള് പറയുന്നത്. കാർട്ടൂണല്ല, അതൊരു ആനിമി സീരീസ് ആണ്. അത് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. കണ്ടവരും ഉണ്ടാവും കേട്ടോ ഈ കൂട്ടത്തിൽ. ഞാൻ കാണാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നിങ്ങളൊക്കെ കണ്ടു നോക്കി. രസമാണ്. ഇവിടെ ആരും കാണാനില്ലല്ലോ ബോട്ടായിട്ട്. ബോട്ടല്ല കേട്ടോ, ബോട്ടിനെ കൊല്ലുന്നത് വലിയ കാര്യമൊന്നുമില്ല. ഒരു പാവം ബോട്ടിനെ എന്നാൾ കൊന്നിട്ട് അത് ബോട്ടിന് റിവൈവ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ഇവിടെ സ്കിൻ ഇട്ടിട്ടുണ്ട്. ഇത് മതി. ഇവിടെ ഒരു ചുരുളും കൂടി കിടക്കുന്നുണ്ട്. ഈ ചുരുൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അത് ഹൊക്കാഗെസ് അവരുടെ പവർ എഴുതി വെക്കുന്നതാണ് ഈ ചുരുള്. ഇപ്പം സ്ക്രോൾ എന്നൊക്കെ പറയും. ആ സാധനം നറൂട്ടോ ഇവിടുന്ന് അടിച്ചു മാറ്റും ഒരാളെ നിന്ന്. അവിടെയുള്ള അത് എടുക്കാൻ പാടില്ല, തല പോകുന്നൊക്കെയാണ് അവന്മാർ പറഞ്ഞു നടന്നിരുന്നത്. പക്ഷെ അവിടുന്ന് നറൂട്ടോ അത് അടിച്ചു മാറ്റും. അടിച്ചു മാറ്റിയത് പോരാഞ്ഞിട്ട് അവന് ഹൊക്കാഗെ ആണല്ലോ, അതിലുള്ളതൊക്കെ വായിക്കും. അങ്ങനെ അവനൊരു വലിയ ഷാഡോ ക്ലോൺ ജുപ്സും അറിയാം. ഷാഡോ ക്ലോൺ ജുപ്സും ഉണ്ട്. അത് അവൻ പഠിച്ചെടുക്കും അതിൽ നിന്ന്. അങ്ങനെ പഠിച്ചെടുത്തതിന് അവരവിടെ ഷാഡോ ക്ലോൺ ജുപ്സ് പഠിക്കും. അങ്ങനെയാണ് അവൻ ഷാഡോ ക്ലോൺ ജുപ്സ് എന്ന് പറഞ്ഞാൽ ജുപ്സ് പഠിച്ചെടുക്കുന്നത് ആദ്യമായിട്ട്. അതും ഭയങ്കര രസമുള്ളൊരു ജുപ്സാണ്. അതായത് എനിമീസ് അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത്. ഡാം വന്നിട്ടുണ്ടല്ലോ. അതെവിടുന്നാ ഡാം വന്നത്? ഓ, കൊച്ചു കള്ളൻ വരുന്നുണ്ട്. അവൻ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിൽക്കാം. നല്ല ഡാം അവൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഇവനെ തീർത്തേക്കാം. പോടാ. അവിടെ തീർത്തിട്ടുണ്ട്. സൂപ്പർ മെഡിക്കറ്റ് യൂസ് ചെയ്യേണ്ട സമയമായി. കിട്ടിയിട്ടുണ്ട്. അവിടെ ആള് പൊളിയാണല്ലോ. അവിടെ കെല്ലിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ട ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. അവിടെ കെല്ലിരിക്കുന്നുണ്ട്. ഈ ഫ്രീ ഫയറിൽ ഗെയിം സജസ്റ്റ് ചെയ്യും നമുക്ക് ചില ക്യാരക്ടർ കോമ്പിനേഷൻസ്. അതിലവരുടെ മെയിൻ ക്യാരക്ടർ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ മാക്സിം, കെല്ലി, ഹയാട്ടോ ആണ്. ഒന്നിനും പറ്റാത്ത 3 ക്യാരക്ടർ. നോക്കി കൊന്നിട്ടുണ്ട് കേട്ടോ. എന്ത് സാധനം വരുന്നതാണ് അത്. ഒരു സൂപ്പർ മെഡും കൂടി ഉണ്ടായിരുന്നു, അത് ഇവിടെ യൂസ് ചെയ്യേണ്ടി വന്നു. ഇനി ആകപ്പാടെ 2 പേരെയും കൂടി കൊല്ലാം. ഒരുത്തനും കൂടി കൊന്നാൽ ഞാൻ ഒഴുകി ഒരാൾ കൂടി ഉണ്ട്. അവനോട് കൊന്നാൽ നമുക്ക് പോയി അടിക്കാം.
4 കില്ലായിട്ടുണ്ട് എനിക്ക്. അവൻ എവിടെടാ? 50 ലെവലാണ് എൻ്റെ ഈ അക്കൗണ്ടിൽ കിടക്കുന്നത്. ഓക്കെ, ഈ അക്കൗണ്ടിനകത്ത് ഞാൻ ആകെപ്പാടെ കുറച്ചുകൂടെ പക്ഷേ പോയി അടിച്ചിട്ടുള്ളൂ. കാരണം അത് അത്രക്കും പാടാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരുത്തനുണ്ട്. അയ്യടാ, എൻ്റെ FFൻ്റെ നൈഫ് ഉണ്ടായിരുന്നു, അത് എടുത്തിട്ടില്ല. അവൻ പോയി അടിച്ച് കഴിച്ചു. വല്ലാത്തൊരു ചതിയായിപ്പോയത് എന്നോട്. എന്നാലും ഇതിനോട് വേണ്ടായിരുന്നു. എന്നാലും ടോപ്പ് എത്തിയല്ലോ. എനിക്ക് ഈ അക്കൗണ്ട് ഒന്നും കൂടി ഹീറോയ്ക്ക് അടിക്കണമെന്നുണ്ട്. ഇത് സീസൺ മാറിയതല്ലേ ഒക്കെ പറ്റിച്ച്. ഓക്കേ, ഞാൻ ടോപ്പായി. ഹലോ ഡാ, അതിൽ അതാരാ ഉള്ളേ? ഇതാരടാ? ഒരു കളിച്ചാലോ, ഒരു CS കളിച്ചാലോ? എടാ, ഒരു CS കളിച്ചാലോടാ? ഞാൻ റെഡിയാ, സ്റ്റാർട്ട് ചെയ്യ്. ഓക്കെ, ഒരു CS സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് അവൻ. ഇത് എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് വരുന്ന ആളാണ് ഈ ഫ്രീ ഫയറിൽ. ഓക്കെ, 51 ലെവല്. ഈ ബണ്ടിൽ എങ്ങനെയുണ്ട്? ഞാൻ പോയില്ലടാ. ഞാൻ ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ഇത് ഹാങ് ടച്ച് ആണല്ലോടാ. ഒന്ന് ഇതാക്ക്, ഒന്ന് ക്യാൻസൽ അടിച്ച് ഒന്നുകൂടി എടുത്തു നോക്ക്. യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? അത് ഗെയിമർ മാസ്റ്റർ വൈറ്റ് പറഞ്ഞിട്ടുള്ള ഒന്നുണ്ട്. ഗെയിമർ മാസ്റ്റർ FFലാണ് ഇപ്പൊ വീഡിയോ ഇടുന്നത്. ലൈവ് അല്ല. ഇതെന്താ സ്റ്റാർട്ട് ആവത്തെ? എടാ, കൊടി എനിക്ക് തരുടാ. ഞാൻ സോളോ കാറ്റുണ്ട്. നമുക്ക് റൂം കളിച്ചു നോക്കട്ടോ അവൻ്റെ കൂടെ. അയ്യേ, എടാ ഇനി കൊടി കൊണ്ട് റൂമിടാ. എന്നാ മാച്ച് ചെയ്യാതെ, മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. CS ആ? എന്നാ പോവാ. ഓക്കേ, ഒരു മിനിറ്റടാ, ഒരു മിനിറ്റ്. സ്റ്റാർട്ട് ചെയ്യണേ. ഞാൻ നോക്കട്ടെ ജയിക്കാൻ പറ്റും നോക്കട്ടെ ഗൈസ്. അവൻ്റെ കൂടെ ജയിക്കാൻ കുറച്ച് പാടാണ്. അവന് ഭയങ്കര പ്രോ ആയിട്ടുള്ള ഒരാളാണ്. അവൻ്റെ ഏകദേശമൊക്കെ അവൻ്റെ അക്കൗണ്ട് അറിയില്ലായിരിക്കില്ലേ. ഞങ്ങളുടെ ഗിൽഡിൻ്റെ പേര് ടീം അറക്കൽ. അപ്പോൾ 5 ലെവലുള്ള ഗിൽഡ് വീണ്ടും 3ലേക്ക് വന്നാൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ സംഭവിച്ചൊരു ഗിൽഡാണ്. ഒരു തിരികൂടി നിന്നെനിക്ക് ആ ഫ്ലാഗ് ഇമോട്ട് എടുക്കായിരുന്നു. എന്നാലും ആ ഗിൽഡ് അങ്ങനെ ആയിപ്പോയി. എനിക്കൊരു ഇത് തരുമോടാ, ഗ്ലൂ വാൾ തരുമോ?
വിട്ടു പോകാൻ തരില്ല. ഹെഡ് ഷോട്ട് അടിച്ച് കൈസ് തന്നെ. ഗ്ലൂ വാൾ അടിക്കാൻ മറന്നു പോയതാണ്, അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ല നല്ല ഹെഡ് ഷോട്ട് അടിക്കുന്നുണ്ട്. ഒരു 800 അത് വാങ്ങിയിട്ടുണ്ട്. എനിക്കൊരു 300 ഗ്ലൂ വാൾ കൂടി വാങ്ങിയാൽ കഴിഞ്ഞ്. അവാ ഞാനത് വല്ലാത്തൊരു ചതിയായിപ്പോയി ഹെഡ് ഷോട്ട് എന്ന് വെച്ചാൽ. നമുക്ക് അവനെ എങ്ങോട്ട് വരുത്താൻ പറ്റുമോ നോക്കാം. അവിടെ നിൽക്കുന്നുണ്ട് അവൻ. നീ അവിടെ നിന്ന് കറങ്ങി, ഹെഡ് ഷോട്ട് അടിക്കാനുള്ള ഐഡിയ അല്ലേ. എൻ്റെ ലോങ് റേഞ്ച് ഒന്നും ഇല്ല, എൻ്റെ ഫുള്ള് ഷോർട്ട് റേഞ്ച് ആണ് ഇപ്പോൾ ഉള്ളത്. പോടാ പോടാ, അപ്പുറത്തൂടെ പോയി അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും പറ്റത്തുണ്ടാവില്ല, അവനാ പ്ലാൻ ഓൾറെഡി അറിയാം. ഓ 200 കയറിയല്ലോ, 200 ഡാമേജ് കയറിയില്ലേ ഇപ്പോൾ. അതെന്താ, അതാ ഡാമേജ് 200 കയറിയതാ. എന്തോ ഗ്ലിച്ചായതാണ്. ഇപ്പം 200 ഡാമേജ് കയറിയതാ, എന്തോ പറ്റിയിട്ടുണ്ട്, എന്താ അറിയത്തില്ല. കൈകളെ ഓ നോ നോ, എന്തൊറ്റി നല്ല പോലത് നല്ല പിന്നുണ്ട് എനിക്ക് തോന്നുന്നു. എന്ത് വാടാ സോണിയ, വല്ലാത്തൊരു സോണിയാണ്. ഞാനാണെങ്കിൽ സോണി എടുക്കാനും മറന്നുപോയി. എൻ്റെ സോണി പെർമനൻ്റ് അല്ലായിരുന്നു. അതല്ലാത്തൊരു ദൈവം അനുഭവപ്പെട്ടി. ഒരു കളി കൂടി നമുക്ക്, ഒരു കളി കൂടി നോക്കാം, ചോദിച്ചു നോക്കാം ഒരു കളി കൂടി ഉണ്ടോയെന്ന്. വരാൻ സാധ്യതയില്ല. ഓക്കെ 100 ഉള്ളൂ, വാങ്ങിക്കാം. പ്രിഫാൽ വാങ്ങിയിട്ടുണ്ട്, ഒരു പ്രിഫാൽ കണ്ണ് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല പോലെ പിങ് എനിക്ക് വരുന്നുണ്ടെന്ന്. നേരത്തെ അവനെ കൊന്നതായിരുന്നു, അപ്പോഴത്തേക്കും മറ്റേ സാധനമില്ല, എൻ്റെ പേര് സോണിയ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടറാണ് അതിന്. അവൻ അവിടെ വരുന്നുണ്ട്, അവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഗ്ലൂ വാളൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് പോണത്. ഓക്കെ എവിടാ ഗെയിമർ മാസ്റ്റർ ഐടിയിൽ ഇപ്പം എന്താ വീഡിയോ ഇടാത്തതെന്നറിയോ? അതിലിപ്പോൾ റീച്ചൊന്നും അധികം വരുന്നില്ല. റീച്ച് പ്രതീക്ഷിച്ചത്ര വരുന്നില്ല. പോയി നോ എടാ, ഒരു കളി പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. സാധാരണ എടുക്കലുണ്ടായിരുന്നു. ഇത് സംഭവം എന്താ വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട ഗണ്ണൊന്നും കിട്ടാൻ ഇല്ല. അവനോടെ നീ ഇറങ്ങിപ്പോടാ മലാലെ, അവിടുന്ന് ഇറങ്ങിപ്പോ. നീ വേണ്ട നീ ഒന്നും വേണ്ട. റൂം ക്ലോസ് ചെയ്യ്. ഞാൻ അവൻ്റെ കൂടെ ഒരു CS കളിക്കാം, അതാണ് നല്ലത്. CS റാങ്ക് സ്റ്റാർട്ട് ചെയ്തേ. എന്താടാ
എന്താ പറ്റിയേ? എടാ CS റാങ്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ? സാധാ ഹലോ, അതെന്താ CS റാങ്ക് സ്റ്റാർട്ട് ആവില്ല? ഒരു ക്ലാഷ് കോഡ് എടുത്ത് നോക്കുക. നോട്ടെ. ഓക്കെ, അങ്ങനെ നമ്മളൊരു ക്ലാഷ് കോഡ് സാധാ ക്ലാഷ് കോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പൊട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. ഓക്കെ, ലൈവല്ല, ഇത് നോർമലാ, വീഡിയോ ഇടുക. ഓട്ടണ്. ഓ, വീഡിയോ എടുത്തിട വിട്ടില്ല. ഒരു കില്ല് ഞാൻ ഫിനിഷ് ചെയ്തിന്. ആരാ നോക്ക് ചെയ്തിന്? ഒരുത്തനെ പോലെ കാണണ്ടേ, എന്നാലല്ലേ കില്ല് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കില്ല് നോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുത്തനെയും കാണാനില്ല. എടാ, ആ കില്ല് എനിക്ക് വേണമായിരുന്നടാ. എടാ, അയ്യേത് എവിടുന്നാ? ഹെഡ് ഷോട്ടടാ. എടാ, അവിടെ നോക്കുണ്ടായിനി. അത് നല്ല ഡാമേജ് കിട്ടീനി എനിക്ക്. അത് ഹെഡ് ഷോട്ട് കിട്ടീനി. മുകളിൽ നിന്ന് അടിച്ചിട്ടാ ഹിഡൻ ലീഫ്. നമുക്കിപ്പോ എത്ര ഇല്ലായി? നോക്കട്ടെ. സിനാൻസ് 2 കില്ല്. ഞാൻ ചത്ത അവിടെ പോയോക്ക്. അവിടെ ഉണ്ട്. ഞാൻ ചത്താപ്പെട്ടില്ല. അവിടെ പോയോക്ക്. അവിടെ ഉള്ള അതാ എന്റെ ബോഡിന്റെ നേരെയുള്ള അതിലുണ്ട് ഒന്ന്. ബംഗാളി ഇത്. ഓ, ബംഗാളി അവിടുന്ന് പക്ക കുറഞ്ഞാണ്. ഇനി നോക്കട്ടെ, ഇനി കയ്യോ നോക്കട്ടെ, ഇനി എടുക്കാൻ കഴിയോക്കട്ടെ ഈ മാച്ച്. എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം പോയതാ അവിടെ, അതുകൊണ്ടാ. എടാ, ഗ്ലൂ ഉണ്ടോടാ? ഗ്ലൂ ഉണ്ടോ? ഒറ്റന്നുള്ളൂ. ए भाई ग्लू वॉल चाहिए. ഞാൻ ചോദിച്ചു നോക്കട്ടെ അവനോട്. എവിടെടാ? പക്ഷെ അവനെ നോക്കാക്കിയെന്ന് വിചാരിച്ചോ. അവിടെ എലിമിനെ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കില്ല് കുമ്മി. അത് എനിക്കുള്ളതാ. അങ്ങനെ ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. ഒരു നോക്ക് ഞാൻ എടുക്കാൻ നിൽക്കുമ്പോൾ അവൻ വീണ്ടും കില്ല് കുമ്മി. വല്ലാത്തൊരു ഇതാണല്ലോ കില്ല് കുമ്മി കൊണ്ട്. ഇപ്രാവശ്യം എന്തായാലും ഗ്ലൂ വാൾ വാങ്ങിയേക്കാം. ഒരു ഗ്രനേഡും ആയിട്ടുണ്ട്. മതിയാവൂലേ? ഓക്കെ. ഇനി അങ്ങനെ ഡാമേജ് കയറാൻ സാധ്യതയില്ല. ഞാൻ നല്ലൊരു പ്രൊട്ടക്ഷൻ ഷീൽഡൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ട്രോംസാണ് നല്ലത്. ആദ്യം തന്നെ പീക്കിനകത്തോട്ട് ഗ്രനേഡ് എടുത്ത് എറിഞ്ഞേക്കാം. അതാവും നല്ലത്. അവിടെ ആരുണ്ടോ? ഓ, കുറച്ച് നേരം മുമ്പായിരുന്നെങ്കിൽ
ഒരു നോക്ക് കിട്ടോ. അങ്ങനെ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കില്ല് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് മതിയാവില്ലേ നമുക്ക്? ഞാൻ ഡിമിത്രിയാണ്, പക്ഷെ സോണി എടുക്കാൻ മറന്നുപോയി, അതാണ് പ്രശ്നം. ഇപ്പൊ ഗെയിമർ മാസ്റ്റർ FF അത് അതിന്റെ ആദ്യത്തെ വീഡിയോ. ഓക്കെ, അവിടെ നല്ല ഡാമേജ് കൊടുത്തായിരുന്നടോ. അത്യാവശ്യത്തിന് നല്ല ഡാമേജ് ഉണ്ടായിരുന്നു. ആദ്യത്തെ നോക്ക് കിട്ടോ. റിവൈവ് ചെയ്യാൻ നോക്ക ആദ്യം. ഓക്കെ, ആദ്യത്തെ കില്ല് കിട്ടി. ബൂയാ. നേരെങ്കിൽ ഇമോട്ട് കിട്ടിയാണ്. MVP ഞങ്ങൾ ആരുമല്ല. അവൻ പോയോ? ഞാൻ പറഞ്ഞില്ല നല്ലൊരു പ്ലെയർ ആണെന്ന്. അപ്പോൾ ഗൈസ്, എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.